ഹലോ നമസ്കാരം. കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് എയ്പ്സ് എന്ന സിനിമ. പ്ലാനറ്റ് ഓഫ് എയ്പ്സ് എന്ന് പറഞ്ഞിട്ട് ചാൾട്ടൺ ഹെസ്റ്റൺ അഭിനയിച്ച ഒരു പഴയ സിനിമ ഉണ്ട്. ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 60കളിലോ ഏർലി 70കളിലോ 60കളുടെ അവസാനത്തെ ഉണ്ടായ സിനിമയെന്ന് തോന്നുന്നു. അതായത് ഇയാളിങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്, ഒരു സ്പേസ് ഷിപ്പിൽ പോയി ഇയാളിങ്ങനെ ഒരു പ്ലാനറ്റിൽ ഇറങ്ങുകയാണ്. ആ പ്ലാനറ്റിൽ നോക്കുമ്പം സംസാരിക്കുന്ന എയ്പ്പുകളാണ്. എവല്യൂഷൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ പൂർവികർ എന്ന് വിചാരിക്കുന്ന എയ്പ്സ്, മനുഷ്യൻ്റെ മാത്രമല്ല മനുഷ്യൻ്റെ കസിൻസായി വന്നിട്ടുള്ള നിയാൻഡർതാൽസിൻ്റെയും ഒക്കെ ഒരു പൂർവികരായിട്ട് കണക്കാക്കുന്ന എയ്പ്സ്, ഇപ്പോഴത്തെ കുരങ്ങന്മാരുടെ ഒക്കെ. അപ്പോൾ എയ്പ്പിൻ്റെ ഇവർ സംസാരിക്കുന്നുണ്ട്, ഇവർ മനുഷ്യനെയൊക്കെ. അപ്പോൾ ഇയാൾ ഇതിൻ്റെ അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനം ഇയാൾക്ക് മനസ്സിലാവണം ഇയാൾ വേറെ ഗ്രഹത്തിലൊന്നല്ല, ഇയാൾ ഭൂമിയിൽ തന്നെയാണെന്നുള്ളത്. കാരണം സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവസാനം കാണുക ഇയാൾ. കാരണം അപ്പോൾ നമ്മൾ 3-ാം ലോക മഹായുദ്ധമൊക്കെ നടത്തിയിട്ട് നമ്മൾ മനുഷ്യരാശിയെ ഒന്നടക്കം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് ഇയാൾ സ്പേസ് ഷിപ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾ വിചാരിച്ച് വേറൊരു ഗ്രഹം എന്നുള്ള അവസാനമാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ഈ ഭൂമിയെ മനുഷ്യന്മാർ ഇവിടെയൊക്കെ കൂടി എന്താക്കി എന്നുള്ളത്. അതാണ് പ്ലാനറ്റ് ഓഫ് എയ്പ്സ് അക്കാലത്ത് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കുറേ സീരീസുകൾ പിന്നെയും വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് സീരീസാണ് ദ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് എയ്പ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു തീം ഞാൻ മനസ്സിലാക്കിയത് ഭാഷ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഭാഷ അല്ല മനുഷ്യന് സംസാരിക്കാനാകെ പറ്റുന്നത് എയ്പ്പുകൾക്കാണ്, കുരങ്ങന്മാർക്ക്. അങ്ങനെ എയ്പ്പ് എന്ന് പറഞ്ഞാൽ കുരങ്ങെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെയൊക്കെ ഒരു പൂർവികരായിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഈ എയ്പ്പുകൾ അവരുടെ ഒരു മനുഷ്യന്മാരും എയ്പ്പുകളും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന്മാർക്ക് ഭാഷ കിട്ടാതെ അവർ വേറൊരു ഭാഗത്തും എയ്പ്പുകൾ വേറെയായിട്ടും ജീവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ വില്ലൻ എയ്പ്പുകളുണ്ട്, നല്ല എയ്പ്പുകളുണ്ട്. മനുഷ്യന്മാരൊക്കെ ഈ എന്തോ ഒരു സംഭവം ഈ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഭാഷ വീണ്ടും കിട്ടാൻ, ലാംഗ്വേജ് വീണ്ടും കിട്ടാൻ, ശേഷി വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംഭവമൊക്കെ ഇവർക്ക് സംഘടിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇതിൽ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവല്യൂഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്താണ് പണ്ട് മനുഷ്യന്മാർ ഈ കുരങ്ങന്മാരെ കേജിലിട്ടിരുന്നു എന്നുള്ള കാര്യമൊന്നും അവിടെ ആർക്കും അറിഞ്ഞുകൂടാ. സമയത്ത് എയ്പ്സിന് അതൊന്നും അറിഞ്ഞൂടാ. കാരണം കുറേ കാലം കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യനും എയ്പ്പുകൾ സംസാരിക്കാനുള്ള ഇതിൽ. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം ലോക മഹായുദ്ധം എന്നുള്ളതല്ല, ഇതിൻ്റെ ഈ പുതിയ എയ്പ്പ് മൂവികളിൽ, ഈ പ്ലാനറ്റ് ഓഫ് എയ്പ്പ് മൂവീസിൽ എന്തോ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എയ്പ്സിന് സംസാരശേഷി ലഭിക്കുകയും പിന്നെ അവർ മനുഷ്യനെ പോലെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തീം വരുന്നത്. അപ്പോൾ ധാരാളം മനുഷ്യന്മാരുണ്ട്, ധാരാളം എയ്പ്പുകളുണ്ട്. അങ്ങനെ the importance of language, importance of communication. എയ്പ്പുകൾ വളരെ പുരോഗമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ, കുരങ്ങന്മാരെ ചെയ്യുന്ന പോലെ എയ്പ്പുകൾ മനുഷ്യന്മാരെ കേജിലിടുമോ? ആ പേടി മനുഷ്യന്മാർക്കുണ്ട്. അപ്പം അതായത് എല്ലാവരും നമ്മളെപ്പോലെ ക്രൂരമാവും. ഈ ക്രൂരത എന്ന് പറയുന്നത് ഈ ഒരു പുരോഗമനത്തിൻ്റെയും നമുക്ക് എന്താ പറയുക മേധാവിത്വം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ ക്രൂരതയും അപരവൽക്കരണവും ഒക്കെ എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നിടത്താണ് ആ സിനിമ എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഒരു സിനിമ കണ്ടിട്ട് അധിക വായന ചെയ്യുകയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡു വാച്ച് ദി കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് എയ്പ്സ്. എനിക്ക് തോന്നുന്നു പുതിയ പേരൊന്നും ഇടാത്തതുകൊണ്ട് കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് എയ്പ്സ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ട് ഇട്ട് തന്നെയാണ്. എന്നാൽ ചില സിനിമകളൊക്കെ അവർക്ക് ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ എന്നാൽ പിന്നെ കുറേ കാലം ആയല്ലോ ഒരു പ്ലാനറ്റ് ഓഫ് എയ്പ്സ് എടുത്തിട്ട് നമുക്ക് ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന മാതിരിയാണ് ഇതിൻ്റെ അടുത്ത് വന്നത്. എനിവേ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറെന്തെങ്കിലും ആയിട്ട് ഇനിയും വരാം. നവനങ്ങനെയൊക്കെ.